നമ്മൾ ഓൾട്ടോ, K10, സെലേറിയോ, കെ സീരീസ്, വാഗണർ 3 സിലിണ്ടർ വണ്ടികൾ. അപ്പോൾ ഈ വണ്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓയിൽ മാറുമ്പോൾ ഈ ഫിൽറ്റർ വേണം ഇടാൻ, ഈ ചെറിയ ഫിൽറ്റർ വേണം ഇടാൻ. നമ്മൾ അറിയാൻ പാടുന്നത് ചിലർ വലിയ ഫിൽറ്റർ ഇടും. മെക്കാനിക്കൽ ആരും അങ്ങനെ ചെയ്യത്തില്ല. ചിലപ്പോൾ ഈ ഫിൽറ്റർ കിട്ടാത്ത സമയങ്ങളിൽ ഇങ്ങനത്തെ ഫിൽറ്റർ വാങ്ങിയിടും. പിന്നെ ചിലരുണ്ടാവും ഓയിൽ ഫിൽറ്ററൊക്കെ കസ്റ്റമർ തന്നെ വാങ്ങിച്ചുണ്ടാവും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ടുപോയി പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ ഫിൽറ്റർ വേണം ഇടാൻ. വലിയ ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ അടി തെറ്റാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസും കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം. ഇതിപ്പോൾ വണ്ടിയുടെ അടി തട്ടിയിട്ട് ഫിൽറ്റർ ചളങ്ങിപ്പോയി. ഫിൽറ്ററിൻ്റെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഫിൽറ്റർ ചളങ്ങിപ്പോയി. സ്റ്റാർട്ടാക്കി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് ആ ഓയിൽ ലീക്ക് ആവുന്ന നിങ്ങൾ കണ്ടോ. അപ്പോൾ ആ കസ്റ്റമർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായിരുന്നു. കസ്റ്റമർ അപ്പോൾ തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് ആ ഫിൽറ്റർ മാറിയിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം ഓക്കെ ആയി. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതാണ് ഓയിലിൻ്റെ ലൈറ്റ്. ഈ ഞാൻ വിരൽ വെച്ചേക്കണെയാണ് ഓയിലിൻ്റെ ലൈറ്റ്. അപ്പോൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ ഫിൽറ്ററിൻ്റെ അടിവെല്ലാം തട്ടി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ ആ ഓയിലിൻ്റെ ലൈറ്റ് തെളിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വണ്ടി അപ്പോൾ തന്നെ സൈഡാക്കി നിർത്തുകയാണെങ്കിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് അറിയാതെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എഞ്ചിനാകെ നാശമായി പോകും. പിന്നെ എഞ്ചിൻ പണിയേണ്ട ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞാലും എഞ്ചിൻ ഓയിൽ ഇല്ലാണ്ട് വന്നാലും വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോഴത്തേക്കും ആ വാണിംഗ് ലാമ്പ് തെളിയും. അതിപ്പോൾ മാരുതിയുടെ വണ്ടി എന്നല്ല, എല്ലാ വണ്ടിക്കും ബാധകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരുപാട് പേര് മാരുതിയുടെ വണ്ടി യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഫിൽറ്റർ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.